ലഹരി സംഘങ്ങളെയും മയക്കുമരുന്ന് മാഫിയകളെയും അടിച്ചമർത്താൻ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ ശക്തമായ പരിശോധനയിൽ കാസർഗോഡ് ജില്ലയിൽ 3 പേരെ പിടികൂടി. നിരോധിത ലഹരിമരുന്നായ MDMA കൈവശം വച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ചതിനാണ് ഇതിൽ 2 പേരെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത്. കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറം സ്വദേശി സായന്ത്, കാസർഗോഡ് കസബ സ്വദേശി ലാലു പി എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ചൊവ്വാഴ്ച പുലർച്ചെ കോയിപ്പാടി ഗ്രാമത്തിലെ കുമ്പള ജുമാ മസ്ജിദിന് സമീപമുള്ള സർവീസ് റോഡിൽ വെച്ചാണ് പ്രതികൾ പോലീസിന്റെ വലയിലാകുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ KL 14 AE 6249 നമ്പർ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് വിൽപ്പനയ്ക്കായും ഉപയോഗിക്കാനായും സൂക്ഷിച്ച 0.260 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തത്. കുമ്പള പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഷമീലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ നിയമാനുസരണം അറസ്റ്റ് ചെയ്തത്. ലഹരി മരുന്നും കടത്താനുപയോഗിച്ച ഓട്ടോറിക്ഷയും പോലീസ് സംഭവ സ്ഥലത്തു വച്ച് തന്നെ കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ പ്രതികൾക്കെതിരെ NDPS ആക്ട് വകുപ്പുകൾ ചുമത്തി കുമ്പള പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി വിദ്യാനഗറിൽ നിന്നുമാണ് 3ാമത്തെയാളെ പിടികൂടിയത്. സ്കൂൾ വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും ലക്ഷ്യമിട്ട് കാറിൽ കടത്തുകയായിരുന്ന വൻ നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരവുമായി മധൂർ വില്ലേജിൽ പട്ല ലക്ഷം വീട് കോളനിയിലെ ഇബ്രാഹിം ബാദ്ഷാ K എന്നയാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതിയിൽ നിന്ന് 21,873 പാക്കറ്റ് നിരോധിത പാൻ മസാലയും കടത്താൻ ഉപയോഗിച്ച കാറും വിൽപ്പന നടത്തി ലഭിച്ച പണവും പോലീസ് പിടിച്ചെടുത്തു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം വിദ്യാനഗർ സബ് ഇൻസ്പെക്ടർ അനൂപ് S, ജൂനിയർ SI ഉമേശൻ, CPOമാരായ രമേശ്, നജേഷ്, ബിനു എന്നിവരടങ്ങുന്ന സംഘം ഓപ്പറേഷൻ തൂഫാൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി സ്റ്റേഷൻ പരിധിയിൽ ശക്തമായ വാഹന പരിശോധന നടത്തിവരികയായിരുന്നു. ഇതിനിടയിലാണ് പട്ല സ്കൂളിന് സമീപം സംശയാസ്പദമായ രീതിയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന KL 14 AA 8619 നമ്പർ കാർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കാറിന്റെ ഗ്ലാസിലൂടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ചാക്കുകെട്ടുകൾ കണ്ടതിനെ തുടർന്ന് ഡോഗ് സ്ക്വാഡിന്റെ സഹായം തേടി. വൈകുന്നേരത്തോടെ ഡോഗ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരായ സുജിത്, അനീഷ് എന്നിവർ ക്രിസ്റ്റീന എന്ന നർക്കോട്ടിക് ഡോഗുമായി സ്ഥലത്തെത്തി. നർക്കോട്ടിക് ഡോഗിന്റെ കൃത്യമായ ലഹരി സൂചനയെ തുടർന്ന് പ്രതിയുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ കാർ തുറന്ന് വിശദമായ പരിശോധന നടത്തുകയായിരുന്നു. കാറിന്റെ പിൻസീറ്റിൽ ചാക്കുകളിലാക്കി ഒളിപ്പിച്ച നിലയിലാണ് 21,873 പാക്കറ്റ് നിരോധിത പാൻ മസാല ശേഖരമുണ്ടായിരുന്നത്. കാറിന്റെ ഡാഷ്ബോർഡിലായിരുന്നു ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച 1,040 രൂപയുണ്ടായിരുന്നത്. വിദ്യാലയങ്ങളുടെ പരിസരത്ത് ലഹരി ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന സംഘങ്ങൾക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ശക്തമായ മുന്നറിയിപ്പാണ് ഈ നടപടി. പ്രതിക്കെതിരെ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ COTPA പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. വരും ദിവസങ്ങളിലും ഓപ്പറേഷൻ തൂഫാൻ ഡ്രൈവിന്റെ ഭാഗമായി പരിശോധനകൾ ശക്തമായി തുടരും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. Shopika Weddings, the bridal legacy.